സർ MES അധ്യക്ഷൻ ഫസൽ ഗഫൂറിന്റെ വാക്കുകളൊക്കെ കേട്ട ആളുകളൊക്കെ ഇങ്ങനെ കോരിത്തരിച്ചിരുന്നു. അത്രമാത്രം മതേതരത്വം തുളുമ്പുന്ന വാക്കുകളാണ് അദ്ദേഹം വർഷിക്കുന്നത് വായിൽ നിന്ന്. ED കുറേ തവണ വിളിച്ചു, ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു, എന്നാലും വരില്ല എന്നുള്ള വാശിയിലായിരുന്നു. അവസാനം കുടുംബത്തോടൊപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ED പൊക്കിക്കൊണ്ട് ഇങ്ങ് പോന്നു. വീണ്ടും ഇന്നോ നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഒരുപാട് നിക്ഷേപങ്ങളുടെ പണമിടപാടുകളും നിക്ഷേപങ്ങളും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ വന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കുന്നത്. ഈ ഇത്തരത്തിലങ്ങ് ഭയങ്കരമായി സംസാരിക്കുകയോ അങ്ങനെ ഒരിക്കൽ ഒരു ചാനൽ ചർച്ചയിൽ സുകുമാരൻ നായരോട് നായന്മാർക്ക് ഇനി ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് തരില്ല എന്ന് പറഞ്ഞ, അവർക്ക് അഡ്മിഷൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ ആളാണ് ഇദ്ദേഹം. അത്തരത്തിൽ ഈ മതത്തെ എങ്ങനെ കൂട്ടുപിടിക്കുന്നത് ഈ യഥാർത്ഥത്തിൽ ഈ മതങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നത് കള്ളത്തരം നടത്താനുള്ള ഒരു മറയായിട്ടാണ് അല്ലേ? നിലവിൽ പിന്നെ മതം കേരളത്തിലൊക്കെ അത് വലിയ ഗുണമാണല്ലേ, മതത്തിന്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആളിനെ ഏറ്റവും അവസാനം പിടിക്കത്തുള്ളൂ. ഇതിപ്പോ ED ആണല്ലോ വന്നേക്കുന്നത്, കേരള പോലീസ് തുടർന്നില്ല പറ്റില്ല. ഓക്കെ, ഇപ്പൊ അവർക്ക് ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല, അവർക്ക് വോട്ട് കിട്ടത്തില്ലല്ലോ. വടക്കേന്ത്യയിലൊക്കെ കിട്ടി, ഇവിടുത്തെ കിട്ടത്തില്ലെന്നറിയാം, പിന്നെ എതിരെ നിൽക്കുന്നറിയാം. അപ്പൊ അവസാനം ED ഇങ്ങനെ പുള്ളി പിന്നെ ജമാഅത്തെ ഇസ്ലാമിയയുടെ മാനസികാവസ്ഥയാന്ന് തോന്നുന്നു. എന്തോന്നറിയാം, ഈ ജമാഅത്തെ ഇസ്ലാമിയയുടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മുസ്ലിം ഈ പറയത്തില്ലേ മുസ്ലിം രാജ്യത്തിലേക്ക് വരണം, ശരീഅത്ത് നിയമം കൊണ്ടുവരണം, പിന്നെ അവർ ജനാധിപത്യത്തെ അംഗീകരിക്കത്തില്ല, പിന്നെ ടാക്സും ഒന്നും കൊടുക്കത്തില്ല. അതുകൊണ്ടായിരിക്കും എനിക്ക് കള്ളപ്പണപാടിൽ പലവട്ടം ED വിളിച്ചപ്പോഴും പുള്ളി ചെല്ലാഞ്ഞത്. പുള്ളി ആയിരിക്കും ഈ പാത്ത് നടന്നാലേ പിടിക്കത്തില്ലെന്ന്. ഈ പാവം പിടിച്ച ഈ വലിയ ഡോക്ടർ, വലിയ MBS നടത്തുന്ന ആള്, വലിയ ആഗോള രീതിയിൽ വർത്തമാനം പറയുന്ന ആൾക്ക് അറിയത്തില്ലയോ ഇയാളെ അങ്ങോട്ട് കുറേ കാലം കൊണ്ട് ഈ പറയുന്ന വർത്തമാനമൊക്കെ കേട്ടിട്ട് വളരെ വൃത്തിയായിട്ട് ഇതിൻ്റെ പുറകിൽ റഡാർ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാൾ മനസ്സിലാക്കണമായിരുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പലവട്ടം വിളിപ്പിച്ചു. അന്നേരം വിളിപ്പിക്കുമ്പോഴൊക്കെ ED വിളിപ്പിക്കുമ്പോൾ ചെല്ലത്തില്ലല്ലോ. അപ്പോൾ ഒരു വട്ടം ED ഇങ്ങനെ സമൻസ് കൊടുത്തിട്ട് അതിന് ശേഷമുള്ള കോളുകൾ മൊത്തം നോക്കും, ഇയാൾ ആരെയൊക്കെ വിളിച്ചു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പേരിട്ടുണ്ട്. അപ്പം എന്നിട്ട് പിടിക്കാതിട്ടേക്കാം. അല്ല നമ്മളെ ഇവരറിയത്തില്ല, ഒരു പ്രത്യേക ചാനലിനകത്താണ് ഇവർ കിടക്കുന്നത്. അപ്പം അങ്ങനെ കിടന്ന് ഓടും. പുള്ളി ഓടുന്ന ഓരം പുള്ളി ആയിരിക്കും സേഫാണ്. പക്ഷേ ഇതിൻ്റെ കുറേ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ആസ്ട്രേലിയയിലേക്ക് ഭാര്യയും മക്കളെ ഉൾപ്പെടെ ചെന്നപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തേക്ക് കുണിക്കിട്ടുണ്ടെങ്കിൽ പോകുന്നത്. ഇനിയും വിട്ടേക്കുവാ. ഇപ്പം ഇന്നലെ പിടിച്ചിട്ട് വിട്ടപ്പോൾ ഇന്ന് എന്തുവാലും വെപ്രാളം പിടിച്ച് രാജ്യം മൊത്തം വിളിക്കും. മനസ്സിലാവുന്നുണ്ട്. അപ്പം പാകിസ്ഥാനിൽ വിളിക്കും. നേരത്തെ ഈ നമ്മുടെ പഹൽഗാം ഭീകരാക്രമണ കേസിൽ അന്ന് ഓർമ്മയില്ലേ, അന്നൊരു മൗലവിയെ പിടിച്ചായിരുന്നു. മൗലവിയെ പിടിച്ചിട്ട് അങ്ങ് വിട്ടു. ED അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മിലിറ്ററി ഇന്റലിജൻസോ അല്ലെങ്കിൽ എന്തുണ്ടല്ലോ മറ്റേ NIA ഒക്കെ പിടിച്ചു പോയാൽ അവനെ ചിപ്പ് കടിപ്പിച്ച് അവർ വിടത്തുള്ളൂ വിചാരിച്ചാൽ മതി. ആനയുടെ കോളർ ഫിറ്റ് ചെയ്യുന്നതല്ല, അങ്ങനെ പറയല്ലേ, ഇവരുടെ കോളർ ഫിറ്റ് ചെയ്യുന്നതല്ല. അന്നേരം തൊട്ട് റഡാറില്ല. അത് വിട്ടേക്കെന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ ഇതിനകത്തുണ്ട്. ഇനി ഇവൻ ഇവിടെയൊക്കെ പോകുന്നു അറിയാൻ വേണ്ടിയാണ് വിട്ടത്. പുള്ളി എപ്പോഴാണ്ട് ഡോക്ടർമാരുടെ ഇത് വന്നപ്പോൾ ഉള്ള പൂർണ്ണ തെളിവോടുകൂടി വിട്ടല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് കുറേ നാളുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറയിലാണ്. ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ തന്തയ്ക്ക് പറയിക്കാനായിട്ടുണ്ടായ ഒരു മോനാണ്. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ വേറെ കൊണ്ട് പറഞ്ഞല്ല, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ PK അബ്ദുൽ ഖഫൂർ, അദ്ദേഹം MBS എന്ന് പറഞ്ഞൊരു വലിയ പ്രസ്ഥാനം തുടങ്ങി. അതായത് അതിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിന് ഇതിനെ ഉയർച്ചയിലേക്ക് അല്ലെങ്കിൽ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്തോ, നമ്മൾ വ്യക്തത്തിൻ്റെ ഒരു പാമ്പിടിച്ച ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തതിൽ 1 കോടി രൂപ കൊടുത്ത് അതുകൊണ്ടെന്ന് എണ്ണ കളഞ്ഞിട്ടു. ഇവന് വിദ്യാഭ്യാസം കൊടുത്ത് വിവരം ഉണ്ടാക്കി സമൂഹത്തിൻ്റെ ഭാഗമാക്കി ഇവന് ഉയരും. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ ചെയ്തു. വലിയവൻ്റെ കയ്യിൽ നിന്ന് പണം, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു നല്ല കുടുംബമാണെന്നാണ് പറയുന്നത്. നല്ല കുടുംബത്തിൽ നായും ജനിക്കുമെന്നാണ് പഴയ പഴഞ്ചൊല്ലൊരെണ്ണം ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആക്കി ഇത് സംവിധാനമാക്കി. അപ്പം അത് വളരെ വലിയൊരു കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്നുകൊണ്ടിരുന്നുള്ള വളാരം കോളേജിലുണ്ട്. വലിയ അറിയാവില്ലേ, MES-നെ പറ്റി അറിയാം. ഇപ്പം ഇത് ഇയാൾ സ്വകാര്യവൽക്കരണമാണ്. പുള്ളി ഇതിനകത്ത് പൈസ, അഡ്മിഷന് പൈസ മേടിക്കുക, വലിയ ഫീസ് മേടിക്കുക, കോടിക്കണക്കിന് രൂപ, ഇതിനൊന്നും രേഖയില്ല. മാത്രവുമല്ല, ഇദ്ദേഹത്തെ നമ്മൾ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു പ്രൊമോട്ടറായിട്ട് ഇദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മൾക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രസംഗങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നു. കാരണം ഇദ്ദേഹം നേരത്തെ തമിഴ്നാട്ടിൽ വെച്ചാണ് പല പ്രസംഗങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ വെച്ചാണെന്ന് തോന്നുന്നു. ഇപ്പം SDPയുടെ നേതൃത്വത്തിലൊരു പ്രസംഗത്തിന് അല്ലെങ്കിൽ ഒരു പരിപാടിക്കകത്ത് അദ്ദേഹം സംഘടിപ്പിച്ചു. നമുക്ക് പിടിക്കാൻ പറ്റും ഇന്ത്യ, അപ്പോൾ അത് സാധിക്കും ഇന്ത്യ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ എത്ര ശതമാനമാണ് ഈ പറയുന്നത് പോലെ ഈ പിന്നോക്കക്കാരനുള്ളത്? പിന്നോക്കക്കാരൻ പ്ലസ് ഇവിടുത്തെ മുസ്ലിം സമുദായം കൂടെ ഇന്ത്യ പിടിക്കാൻ പറ്റും.
അപ്പോൾ അതിനകത്ത് ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ പലരും നോക്കിയിട്ട് ആ ഒരു കോമ്പിനേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ FDPIക്കാരനും PFIക്കാരനും ആ ഒരു വർക്കിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നു. മാത്രവുമല്ല, അതിനകത്തുനിന്ന് അവരുടെ ഒരു സംഘടനാ പ്രവർത്തനം അനുസരിച്ച് അവരുടെ രീതി അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല കേഡർമാരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഈ ഡോക്ടർ പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എന്നുവെച്ചാൽ കേഡർമാരെ അറിയില്ല, തല വെട്ടിക്കൊണ്ട് പോകുന്നവൻ, കൈ വെട്ടിക്കൊണ്ട് പോകുന്നവൻ, അല്ലെങ്കിൽ മറ്റേ ലോകത്തില്ലാത്ത നീചപ്രവർത്തി ചെയ്യുന്നവനാ ഇവൻ്റെ ലുക്കിൽ കേഡർ. അപ്പോൾ ഇവൻ്റെ മാനസികാവസ്ഥ എന്തോ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ മാനസികാവസ്ഥ തന്നെ ഇല്ല. അതുകൊണ്ടാണല്ലോ ഈ പറയുന്നത് പോലെ ഡോക്ടറാണ്, വലിപ്പത്തിൽ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവനാണ്, അതേ രീതിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനം ഇപ്പം അതൊക്കെ അവിടെ അച്ഛനവിടെ നിന്നിട്ട് ഞാൻ ഇച്ചിരി കാശുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പൈസയും മേടിച്ച് ഉണർന്ന ഫീസും മേടിച്ച് ഈ ഫീസ് കൂടാതെ രാജ്യത്തെ എവിടുന്നതിലൊക്കെ രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇയാൾ അങ്ങോട്ട് കൊടുക്കുന്നു. ഇയാൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമില്ല, അതിന് കൊടുക്കണമെങ്കിലും ഇങ്ങോട്ട് വരും. അതിനുവേണ്ടി ഈ പ്രസ്ഥാനത്തിന് മറപറ്റി കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പോലും ഇപ്പം NIAക്കും EDക്കും ഒക്കെ സംശയമുള്ളതായിട്ടാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കരുനിഴൽ. കാരണം പലവട്ടം നേരത്തെ PFIക്കാരെ പലരെയും പൊക്കിയപ്പോൾ അന്ന് നോക്കിയിരുന്നു നമ്മൾ വായിച്ചിട്ടില്ല, നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ മുമ്പിൽ അല്ലെങ്കിൽ വ്യക്തത ഇല്ലാത്ത പറയാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല. ഫസൽ കപൂറിനെ ഇപ്പോൾ പൊക്കും. ഫസൽ കപൂർ ഒളിവിൽ അല്ലെ PFIക്കാരെ എല്ലാം കൂടെ വെളുപ്പിനയിൽ അണ്ടർ ഇടാൻ സമ്മതിക്കാതെ എടുത്തുകൊണ്ട് പോയില്ല. റാവു എല്ലാം പോയപ്പോൾ 3 മണിക്ക് കൊച്ചാട്ട എണീറ്റ് വന്നാട്ടെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ച് കയറ്റി വണ്ടിക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റ് കിടപ്പുണ്ട്. 3 മണി വരെ വീക്ക്നെസ് ആണ്. മറ്റേ അസീബുരീറിനെ വിളിച്ചപ്പോഴപ്പോൾ വെള്ളത്തിലായിരുന്നു. 3 മണി വീക്ക്നെസ് അല്ല, ഇവരെ ഒരു ഇതും കേട്ടില്ല. ചാർട്ടേഡ് ഫ്ലൈറ്റ് ഇവിടെ വന്ന് കിടന്നു. അപ്പോൾ ഉപരാഷ്ട്രപതി വല്ലം വരാൻ, അല്ലെങ്കിൽ അതുപോലെ വലിയ എയർപോർട്ടും ചാർട്ടേഡ് ഫ്ലൈറ്റ് ആർക്കും ചോദിക്കാൻ അങ്ങ് പറ്റത്തില്ല. നമ്മൾ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അത് ഇറക്കിയിടാം. അതിൻ്റെ സെക്യൂരിറ്റി വേറെ, അതിൻ്റെ ഓടിക്കുന്നത് വേണ്ട, അതിൻ്റെ അതോറിറ്റി വേറെ, എന്തിനു വന്നു എന്നുള്ള കാര്യം ചോദിക്കാൻ പറ്റില്ല. അവിടെ 3-4 ദിവസം കൊണ്ടേ കിടക്കുക. പിന്നെ ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവിടെ ഡോവലിരിക്കുക, ഇപ്പുറത്ത് അമിത്ഷാ ഇരിക്കുക. അത് ഇന്ത്യ മൊത്തം അന്ന് PFIക്കാർ നേതാക്കന്മാരെ പൊക്കി ഓപ്പറേഷൻ അവർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഡോവലും അമിത്ഷായും അത് പൊക്കുന്ന വെളിപ്പാങ്കാലത്ത് വരും എല്ലായിടത്തും ഒരുപോലെ കൊട്ട് ഒരേ സമയത്താണ്. കപൂറിൻ്റെ അവിടെയും ഗഫൂറിൻ്റെ അവിടെയും സുഹൂറിൻ്റെ അവിടെയും അപൂറിൻ്റെ അവിടെയും ഇന്ത്യയെ മൊത്തം ബാതിൽ കൊത്തിയത് 3:10, പിടിച്ചിറക്കിയത് 3:15, ഫ്ലൈറ്റേ കയറ്റിയത് 4:15, കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഇവിടെ അറിയത്തില്ല. ആ സമയത്ത് ഈ ഗഫൂർ കൊച്ചാട്ടിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കും, അടുത്ത ഗഫൂർ. അവിടെ ചെന്നപ്പോൾ റൌഫ് പറഞ്ഞു എനിക്ക് പഠിക്കണമെന്ന് പഠിച്ചു LLB എടുക്കണമെന്ന് പുറത്ത് പോയി പുള്ളി നോക്കിയപ്പോൾ അതിന് കാര്യമുണ്ട്. പുള്ളി നോക്കിയപ്പോൾ ആരും ജാമ്യം എടുക്കാൻ വരാനില്ല. നേരത്തെ ആവശ്യം പോലെ ആൾക്കാരായിരുന്നു, ജാമ്യം വേണോ. എന്നിട്ട് നമ്മുടെ ഈ ഇതുണ്ടല്ലോ സുപ്രീം കോടതി വക്കീല് കപിൽ സിബിൽ ഓർമ്മയുണ്ട്. കപിൽ സിബില് പറയത്തില്ലേ, ആ കേസ് ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എവിടാ ഫ്രീ ആയിട്ട് പറയുമ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കോടാനുകൂടി രൂപ വെളിയിൽ നിന്ന് മേടിച്ചോണ്ട്, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ ഇന്ത്യ മകാരാജ് നശിപ്പിക്കാൻ നിൽക്കുന്നവനെയും മറ്റവൻ്റെയും മറിച്ചതിനെയും സോഷ്യലിസ്റ്റാണ്, സ്വാതന്ത്ര്യമന സേനാനിയാണെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി വാദിക്കാൻ എന്ത് വട്ടുണ്ടോ കപിൽ സിബിൽ ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ ഈ കപിൽ സിബിലും ഇല്ല, സുബിൽ കപിലും ഇല്ല, ആരും ഇല്ലായിരുന്നു ജാമ്യം എടുക്കാൻ. എന്താണെന്നറിയോ, അതുകൂടെ അങ്ങ് നിരീക്ഷണം വെച്ച് ആരൊക്കെയാണ് ജാമ്യം എടുക്കാൻ പറ്റുന്നത്, അവൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എടുത്താട്ടോ. ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ ഈ അന്വേഷണ ഏജൻസീൻ്റെ പറയുന്നത് അതുകൊണ്ട് ജാമ്യം എടുക്കാൻ ആളില്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അന്ന് പറഞ്ഞ് അന്ന് ഇതിന്റെ പുറകിൽ പിറ്റേന്ന് രാവിലെ ഒരു ഹർത്താൽ അങ്ങനത്തെ ഓർമ്മയില്ല, അടിക്കി പൊട്ടിച്ച് നശിപ്പിക്കുക അവിടെ നിൽക്കട്ടെ, അവന്മാരെല്ലാം അകത്തോട്ട് കിടക്കട്ടെ. അപ്പം ജാമ്യം എടുക്കാൻ കോടികളുണ്ട്, കോടികൾ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ട്. ഇവനെ എല്ലാം അവിടെ ഇവിടെ നിരീക്ഷിച്ച് വെച്ച് കോടികൾ കൊണ്ട് വന്നവനെയൊക്കെ പൊക്കി. എന്നിട്ട് പറഞ്ഞ് ഇത് ജാമ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും മുതൽ സർക്കാർ എടുത്ത് പറഞ്ഞ് കണക്കാക്കുക. സർക്കാർ കോടതി എന്ന് പറഞ്ഞിട്ട് വോട്ടിൻ്റെ പ്രശ്നം വെച്ചാൽ മാറിയിരിക്കുന്നു. സർക്കാർ വിചാരിക്കും ഈ കാലന്മാർ കോടതി എന്ന് പറഞ്ഞല്ലോ, കോടതി പറഞ്ഞനുസരിച്ച് 25 കോടിക്ക് അവർ 35 കോടി എഴുതി, അല്ലെങ്കിൽ പറയും ഉദാഹരണം പറയും 200 കോടി ഉണ്ടെങ്കിൽ 250 കോടി എഴുതി കൊടുക്കും. കാരണം ജാമ്യം എടുക്കാൻ പൈസ ഇല്ലല്ലോ, ജാമ്യത്തിന് വേണ്ടി പൈസ വേണമല്ലോ. ജാമ്യം എടുക്കാൻ ആളില്ല, വക്കീലന്മാരില്ല. കാരണം ഞങ്ങളുടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് ഇതിൻ്റെ വെച്ചിട്ട് ഒരു എല്ലായിടത്തും റെയ്ഡ് നടക്കും. അവിടെ പറക്കോട്, ഞാൻ അന്നേരം പറയുന്നത് പറക്കോട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പറക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഒരു ഓഫീസുണ്ട്. അപ്പം എല്ലാ ഓഫീസും കയറി റെയ്ഡ് ചെയ്യുന്നു. അവിടെ കയറി വെളുപ്പാങ്ങ ഇത് കഴിഞ്ഞിട്ട് മൊത്തം റെയ്ഡ് ചെയ്യും. അവിടെ കയറി റെയ്ഡ് ചെയ്തു 1-2 പേരെ അവർ നോട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, പുള്ളി പറഞ്ഞ കത്തിക്കും കൊല്ലും കാച്ചും മറ്റൊന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നടക്കുന്ന തന്നെ കക്ഷത്തിലൊക്കെ ഈ ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ കാലെടുക്കത്തില്ല, ചിലരുടെ ഇങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെയൊക്കെയാണ് നടക്കുന്ന പേടിയാവില്ലൊരു കിരിക്കാടൻ ജോസ് നടക്കുമ്പോഴൊക്കെ നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവിടെ കയറി റെയ്ഡ് ചെയ്തു, എങ്ങനെ കണ്ട് ഇവൻ രക്ഷപ്പെട്ടു. ഇതുവരെ അവൻ ആ മൊബൈൽ ഓൺ ചെയ്തിട്ടില്ല. അവനൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു, ഇതുവരെ അവൻ ആ മൊബൈൽ ഓൺ ചെയ്തിട്ടില്ല.
മനസ്സിലാവുന്നുണ്ടോ? അപ്പം അത്രയ്ക്കുള്ള ഐറ്റമേ ഉള്ളൂ. പിന്നെ ചിലവരുണ്ട് ഞാൻ സ്വർഗത്ത് പോകാൻ വേണ്ടി ഹൂറികളോ ഹൂറിയെ എടുത്ത് പോകാൻ വേണ്ടിയുള്ള ഐറ്റമാ ഈ പൊട്ടി ദേഹത്ത് വെച്ചിട്ട് ആടുന്നത്. അല്ലാത്ത ഐറ്റം എല്ലാം അവന് പാട്ടിന് പോയി ഒരുവിധപ്പെട്ടവനൊക്കെ. പിന്നെ അവിടെ ഇടയിൽ ഒളിച്ചും പാത്തൊക്കെ ഈ ടേസ്റ്റ് ഇവർക്കത് പറ്റത്തില്ലല്ലോ. എങ്ങനെ ആയാലും ഇടയ്ക്ക് വെച്ച് ഈ 6 മാസം കൂടുമ്പോൾ ഈ പോത്തിന് ഈ വിരയുടെ മരുന്ന് കൊടുക്കുന്ന പോലെ എങ്ങനെ വന്നാലും ഈ ക്രിമിയുടെ വരും. ഈ പേടിച്ചാലും പിന്നെ എവിടെ നിന്നും ചൊറിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെ വീണ്ടും ഇങ്ങനെ എണീറ്റ് വരും. അല്ലെങ്കിൽ ആരെങ്കിലും പറയും എന്തോ ചെയ്യാനൊക്കും, നമ്മളല്ലേ ഇവിടെ മറ്റേതാ പറഞ്ഞെന്ന് പറഞ്ഞാൽ വരും, വീണ്ടും പൂട്ടും അകത്ത് പോകും. അപ്പം പേടിയുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. പേടി എന്ന് പറഞ്ഞാൽ ഈ പ്രാവിനെ അറിയാമോ? പ്രാവ് എവിടെയെങ്കിലും വന്നിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യണം, വേറെയുള്ള പക്ഷികളുടെ കൂട്ടല്ലേ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ അവനെ ഒന്ന് പിടിച്ചാൽ അന്നേരെ പറഞ്ഞു. 1 കിലോമീറ്റർ ദൂരെ എന്ന് വിചാരിച്ചാൽ മതി മനസ്സിൽ അതിനെ ഞാൻ പിടിക്കും, അന്നേരെ പ്രാവ് പറഞ്ഞു. അത്രയ്ക്കുള്ള കാൽക്കുലേഷൻ അവർക്ക് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനീ പറഞ്ഞു വന്ന് ഈ കൊച്ചാട്ടൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിക്ക് വെക്കണമല്ലോ, ഗണപതിക്ക് വെച്ച് എന്നുവെച്ചാൽ ചോദ്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പുള്ളി ഓസ്ട്രേലിയ പോയിട്ടില്ല, ഇവിടെ എന്നിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക. കാശ് എവിടെ നിന്നാണ് അറിയണമല്ലോ, കോടാനുകോടി വാരിച്ചു വെച്ചേക്കുന്നു. ആർക്കും ഇതിനകത്ത് നിന്നാണ് പരാതി എന്നാണ് പറയുന്നത്. അതിന് നേരാൻ വെള്ളം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളവർ ഇതിനകത്തുണ്ട്. ഇതിനകത്തൊന്ന് പുള്ളിയുടെ പേര് നേരത്തെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ കേസ് നാട്ടുകാരുടെ നിന്നെല്ലാം കാശ് മേടിച്ചത് 100 കോടി എങ്ങാണ്ട് പിരിച്ചെന്ന് തോന്നുന്നു. പിന്നെ 100 കോടിയൊന്നും പുള്ളിക്കൊരു കാര്യമില്ല. അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ഒരാൾ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പം മിടുക്കനാ കേട്ടോ, പൈസ ഉണ്ടാക്കാൻ മിടുക്കനാ. അച്ഛനൊരു സാമാനം ഉണ്ടാക്കി വെച്ച് തന്തയ്ക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഷ്യലിസവും ഇല്ല, കമ്മ്യൂണിസവും ഇല്ല, ഒരു കോപ്പും ഇല്ല, മതേതര. അപ്പം ധന്യ പറഞ്ഞതുപോലെ ഏതാണ്ട് ന്യായമായിട്ടുള്ള കാര്യം നാരായണ പണിക്കർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ഒരു നായർക്കും ഇതിനകത്ത് ജാതിയില്ല കേട്ടോ, ഒരു നായർക്കും ഇതിനകത്ത് കൊടുക്കത്തില്ല. പുള്ളിക്ക് ജാതിയും അതൊന്നുമില്ല, മതേതര ജനാധിപത്യവാദിയാണ്. മോദിയെ കണ്ടുകൂടാ. പിന്നെ PFIക്കാരന് നല്ല കേഡർമാരെ വാർത്തെടുക്കുക. അപ്പോൾ ഇതേ രീതിയിലുള്ളൊക്കെ ഒരു ജനാധിപത്യവാദിയാണ്. പിന്നെ ഇതിനകത്ത് ചില തട്ടിപ്പുണ്ട്. മുഖംമൂടി ഉള്ള ഒരു ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയാന്ന് വേണേൽ പറയാം. പക്ഷെ മുഖംമൂടി ആദ്യമേ അങ്ങ് കീറിപ്പോയി. പുള്ളി തട്ടമൊന്നും ഇടാൻ ശ്രമിക്കും. അങ്ങനെ തട്ടയിടാൻ പറ്റൂല, തട്ടയിടണേ കുഴപ്പമില്ല. പക്ഷെ പെണ്ണുമാണ് ഒരുമിച്ചിരുന്ന് ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഇറക്കി, പെണ്ണുമാണ് ഒരുമിച്ചിരുന്ന് ഡാൻസ് കളിക്കുന്നതും പിന്നെ ഒരുമിച്ച് ആടിപ്പാടുന്നതും അത് അംഗീകരിക്കാൻ പറ്റൂല. ചെറിയ ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ വളഞ്ഞു വരുവാ, ഏതാണ്ട് മനസ്സിലായില്ല. കുറച്ച് ഇങ്ങനെ തടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശമൊക്കെ ആവുന്നതിന് മുമ്പ് പുള്ളിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം. ഈ ജയിലിലെ തിഹാർ ജയിലിലൊക്കെ നമ്മുടെ ഈ ഡോക്ടർമാരുടെ ഒരു നല്ല ഡോക്ടർമാരുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഒന്നിച്ചിട്ടാലേ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഒരു സാമ്രാജ്യമൊക്കെ ഉണ്ടാക്കി അങ്ങ് ഇരുന്നോളൂ. കാരണം നോട്ടം എപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങളുടെ പോകും.